അല്ല നീ ഇതെവിടെ പോണി രാവിലെ? ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? അതിന് അവളെ കാണാൻ വേണ്ടി പോവാ. അല്ല ഇതെന്തോന്ന് പെട്ടി? ഇതോ? ഇത് അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാടാ. ഗിഫ്റ്റാ? എന്തോന്ന് ഗിഫ്റ്റ്? ഒരു ചെയിനാ? ഒരു ഗോൾഡൻ ചെയിൻ. എടാ ഞാൻ വരുന്നു. അല്ല നീ പെട്ടി ഇവിടെ വെച്ചിട്ട് എവിടെ പോവാ? ടോയ്ലറ്റിൽ പോവാടാ. നീ പെട്ടി ഒന്ന് നോക്കണേ. എടാ ഞാൻ പോയിട്ട് വരാവേ. ആടാ ഓക്കെ. 2000 years later. എന്നാ ചേട്ടാ അവളെ കണ്ടില്ലേ? കണ്ടു. പിന്നെ ഗിഫ്റ്റ് കൊടുത്തു. അതാ പ്രശ്നമായ. ഗിഫ്റ്റാ? അതെങ്ങനെ? അതോ, ഞാൻ ഇവിടുന്ന് രാവിലെ ഗിഫ്റ്റും കൊണ്ടിറങ്ങി അവളെ കാണാനായിട്ട് പാർക്കിൽ ചെന്നു. അവിടെ വെച്ച് താമസിച്ച് ചെന്നതിന് അവൾ എന്നോട് ദേഷ്യപ്പെട്ടു. സ്വാഭാവികം, താമസിച്ചു പോയാൽ ആരായാലും ദേഷ്യപ്പെടും. എന്നിട്ട് ഞാൻ അവളെ ഒരുവിധം സമാധാനിപ്പിച്ച് ആ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അവൾ ആ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കിയപ്പോ അതിനകത്ത് ഞാൻ കൊടുത്ത ചെയിന് പകരം ഈ അണ്ടർവെയറിന്റെ സ്ട്രാപ്പ്. അവളെന്നെ എല്ലാത്തിനും ബ്ലോക്ക് ആക്കിയതാണ് തോന്നുന്നത്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് കാണുന്നുമില്ല. അങ്ങനെ അവള് നിന്നെ ഇട്ടേച്ച് പോയല്ലേ? കഴുത്തി കിടക്കുന്ന ഈ മാല ഏതാടാ? മാല? ഏത് മാല? നിന്റെ കഴുത്തി കിടക്കുന്ന ഈ സ്വർണ്ണമാല. അത് ഞാൻ എന്തിനാണ് എന്റെ മാല നിന്നെ കാണിക്കുന്നത്? കാണിക്കേ. എടാ ഇത് ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ച മാലയല്ലടാ. നിനക്ക് ഈ മാല എവിടെ നിന്ന് കിട്ടി? നീയാണ് ഈ പരിപാടി മുഴുവൻ ഒപ്പിച്ചേ. അതാടാ, ആ ഗിഫ്റ്റ് ബോക്സിലെ മാല മാറ്റി അണ്ടർവെയറിന്റെ സ്റ്റാഫ് വെച്ച ഞാനാ. എന്തിന്? അതോ, ഇന്ന് 2024 ഫെബ്രുവരി 14, 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം, അതായത് 2022 ഫെബ്രുവരി 14. അതെ, ആ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ആ ദിവസം ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? അവളുടെ കൂടെ ഒന്ന് കറങ്ങാൻ പോവാൻ. നീ വന്നോ? അവള് വന്നില്ലല്ലേ? അശ്വതി അച്ചു. നിനക്ക് അങ്ങനെ അറിയാം? എന്റെ ഫേക്ക് അക്കൗണ്ടാണ് അശ്വതി അച്ചു. അപ്പൊ DP-യിലെ പെങ്കൊച്ചേതാ? അതെന്റെ ഫേസ് ആപ്പ് ചെയ്ത ഫോട്ടോ ആടാ. പൊട്ട എടാ പട്ടി. അതുകൊണ്ട് നീ ടോയ്ലറ്റിൽ പോയ തക്കത്തിന് ആ പെട്ടി ഞാനങ്ങ് എടുത്തു. അപ്പൊ ഇതാണ് ആ മാലയല്ലേ? നീ അവർക്ക് കൊടുക്കാൻ പോകുന്നത് ഈ മാലയല്ല, പകരം ഈ അണ്ടർവെയറിന്റെ സ്ട്രാപ്പാ. എടാ ഞാൻ പോയിട്ട് വരാവേ. ആടാ ഓക്കെ. എടാ ഇപ്പൊ തുള്ളിച്ചാടിപ്പോയ നീ കുറച്ച് കഴിയുമ്പോ ഒരു വരവ് വരും. ആ വരവ് കാണാൻ I am waiting.